കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വന്നാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് മാണി സി കാപ്പൻ MLA 24-നോട് പറഞ്ഞിരിക്കുന്നത്. പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന മുൻ നിലപാടിൽ അങ്ങനെ മാറ്റമൊന്നുമില്ല. പാലാ നഗരസഭയിൽ വിജയിച്ച സ്വതന്ത്രർ UDF-നൊപ്പം നിൽക്കുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. പാലായിലടക്കം വലിയ മുന്നേറ്റമാണ് UDF-ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എന്നോടൊപ്പം പാലായിലെ MLA തന്നെ ചേരുന്നുണ്ട്. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർണായകമായിട്ട് നിൽക്കുകയാണ്. UDF-നൊപ്പം തന്നെ ആയിരിക്കും അവർ, പ്രതീക്ഷിക്കുന്നുണ്ടോ? 3 സ്ഥലത്തും ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയിരുന്നു. ആ ഒരു ധാർമ്മികത അവർക്കുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ചർച്ചകൾ വരുന്നതല്ലേ ഉള്ളൂ, ഒന്നുമായിട്ടില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പം UDF-ന്റെ ഒരു ഉന്നതാധികാര സമിതി കോട്ടയത്ത് കൂടുന്നുണ്ട്. അതിനുശേഷം അവരുമായിട്ട് എങ്ങനെ ചർച്ച ചെയ്യണം, എന്തായിരിക്കണം കണ്ടീഷൻസ് എന്നുള്ള കാര്യം ആലോചിക്കുന്നതേ ഉള്ളൂ. ഈ ജോസ് കെ മാണിയും കൂട്ടരും ഇനി UDF-ലേക്ക് വരുമോ? കാരണം ചില നേതാക്കൾ വാതിലൊക്കെ അടച്ചിട്ടില്ല എന്നിപ്പോഴും പറയുന്നുണ്ട്. കേരള കോൺഗ്രസ് വരുന്ന സന്തോഷം 2 കൈയും കൂട്ടി സ്വീകരിക്കും. പഴയ നിലപാട് മാറിയോ? അല്ല, നിലപാട് മാറിയെന്ന് വെച്ചാൽ പാല കൊടുക്കുമെന്നല്ലേ ചോദിച്ചുള്ളൂ. അത് പറ്റിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് വരുന്നതിന് എനിക്കെന്താ എതിര്? അവർ വരുന്ന സന്തോഷമായിട്ട് വന്നോട്ടെ. ഞാൻ പറഞ്ഞ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യത്തിന് എനിക്കൊരു തെറ്റ് പറ്റി. അവർ ധരിച്ചു ഇവരുടെ കഴിവ് കൊണ്ടാണ് ഈ സീറ്റ് മുഴുവൻ കിട്ടിയെന്ന്. കഴിഞ്ഞ തവണ നിപ്പ വന്നു, കോവിഡ് വന്നു, വെള്ളപ്പൊക്കം വന്നു. ജനങ്ങളെ കരുതലോടുകൂടി അഴിമതി ഇല്ലാതെ ഭരിച്ച ഒരു ഗവൺമെൻറ്. അവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനം ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് സ്ഥിതി അതല്ല, ഇത് കാര്യങ്ങൾ നേരെ ഉൾട്ടായി. ആ സാഹചര്യത്തിൽ ജനം തിരിഞ്ഞു. നിഷ്പക്ഷ വോട്ടുകൾ മുഴുവൻ UDF പക്ഷത്തേക്ക് മാറി. കേരള കോൺഗ്രസ് വന്നുകൊണ്ടല്ല കഴിഞ്ഞ തവണത്തെ വിജയം അല്ലെന്ന് ഞാൻ എപ്പോഴും പറയാം. അങ്ങനെയാണ് ഇപ്പോഴത്തേക്കില്ലേ. ഞാൻ UDF-ൽ തുറന്നു പറഞ്ഞിട്ടുള്ള UDF യോഗം നടക്കുമ്പോൾ ഇങ്ങനെ പലരെയും കൊണ്ടുവരുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ഇവരെ പർട്ടിക്കുലർലി ഇന്ന ആളുകളെന്നില്ല, ചില കക്ഷികളെ എടുക്കുകയും ചിലരുമായിട്ടൊക്കെ ധാരണയും ഒക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 കൈയും തുറന്ന് ഞാൻ പറയാം, 2 കൈയും കൂട്ടി ആരെ വേണമെങ്കിലും വെൽക്കം ചെയ്ത് നമുക്ക് യാതൊരു പ്രശ്നമില്ല. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.